ഇന്നലെ രാത്രിയോടുകൂടിയാണ് ആലുവ റൂറൽ പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പറവൂർ മന്നം ജംഗ്ഷനിൽ കുടിയേറ്റക്കാരെ സംബന്ധിച്ചുള്ള പരിശോധന നടത്തിയത്. അതിലാണ് 54 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിൽ 27 പേരാണ് ബംഗ്ലാദേശിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയവരായി കണ്ടെത്തിയത്. മറ്റ് 23 പേർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഈ 27 പേർ അവരുടെ ആധാർ കാർഡുകളും മറ്റും പരിശോധിച്ചപ്പോൾ അവയെല്ലാം തന്നെ വ്യാജമാണ് എന്നാണ് പോലീസിന് കണ്ടെത്താനായത്. അതായത് മറ്റൊരാളുടെ ആധാർ കാർഡിൽ ഇവരുടെ ഫോട്ടോ പതിച്ചായിരുന്നു ഇവർ ഇവിടെ എത്തിയത്. ഇവർ ഇവിടെ എത്തിയിട്ട് 3 വർഷം മുതൽ 10 വർഷം വരെ ആയി എന്നാണ് ആലുവ റൂറൽ SP വൈഫ് ഓഫ് സക്സേന വ്യക്തമാക്കുന്നത്. ഏകദേശം 54 അന്യതൊഴിലാളികൾക്ക് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. വിശദമായ ചോദ്യം ചെയ്തിട്ട് നമുക്ക് മനസ്സിലായത് എല്ലാ ബാംഗ്ലാദേശിയാണോ. ഏകദേശം 27 ആൾക്കാർ ബാംഗ്ലാദേശിയാണ്. അവരുടെ കയ്യിൽ നിന്ന് ഓൾറെഡി നമുക്ക് എല്ലാ കടലാസ് കിട്ടിയിട്ടുണ്ട്. ഈ 27 പേരുടെയും അറസ്റ്റ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ഇന്ന് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കായിരിക്കും പോലീസ് കടക്കുക. ഇവർ പ്രധാനമായും ഇവിടെ എത്തുന്നത് കേരളത്തിൽ കൂടുതൽ വേതനമുണ്ട്, അതുകൊണ്ട് തന്നെ കേരളത്തിൽ ജോലി ചെയ്ത് ഇവിടെ താമസിക്കുക എന്ന ലക്ഷ്യം കണക്കാക്കിയാണ്. അതിലുപരിയായിട്ട് മറ്റെന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകളോ മറ്റോ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അക്കാര്യങ്ങളടക്കം വിശദമായ രീതിയിൽ പരിശോധിച്ച് കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് ഇവരെ കൂടാതെ ഉണ്ടോ എന്നതും ആലുവ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഓപ്പറേഷൻ ക്ലീൻ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിലവിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും വന്ന ആളുകളെ പിടികൂടിയിട്ടുള്ളത്. ആന്റണി ഗ്രീറിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.